Hi friends, welcome back to Neha Food Stories. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാക്കി വരുന്ന ചോറ് കൊണ്ട് എങ്ങനെ ഒരു വെറൈറ്റി പായസം ഉണ്ടാക്കാമെന്നാണ്. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ നെയ്യ് ഒന്ന് മെൽറ്റായി വരണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കണം. ഉണക്കമുന്തിരി 1/4 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മുന്തിരിയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും എല്ലാം അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് ഈ നെയ്യിൽ ചോറ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനു വേണ്ടി ഞാൻ ഈ നെയ്യ് വലിയൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് ഇതിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ നെയ്യിലൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കണം ഈ റൈസ്. ഇതിപ്പോൾ 4 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജയാരിയാണിത്. ഇത് കുറച്ച് കൂടുതൽ അളവ് പായസം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചുണ്ടാക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് അളവ് കുറച്ചാൽ മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ ചോറ് ഈ നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയാണ്. ഇതിപ്പോൾ 1/2 കപ്പ് സാഗോ സീഡ്സ്, അതായത് ചൊവ്വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഈ ചോറൊന്ന് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് ചൊവ്വരി കുതിർത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചൊവ്വരി കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം നമ്മൾ ഈ ചോറ് സോട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. 8 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 ലിറ്റർ പാലോളം ഉണ്ട് ഇത്. ഇനിയിപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരണം. അതിനു മുമ്പ് നമ്മൾ ഈ റൈസും ചൊവ്വരിയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നെയ്യിൽ വറുത്തത് കാരണം ഇത് കട്ട പിടിച്ചൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ അതൊന്ന് ഈ തവി വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് വിട്ട് നിന്നോളും. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഈ പാലിൽ കിടന്ന് നന്നായി ഒന്ന് മെൽറ്റായി വരണം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഞാനിതിൽ കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. അത് വിട്ടുപോയതാണ് കാണിക്കാൻ. ഇതിപ്പോൾ 2 കപ്പ് കസ്റ്റേർഡ് ആപ്പിളിൻ്റെ പൾപ്പാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പായസത്തിന് ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന്. അപ്പോൾ ഇത് 1 കിലോ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ പൾപ്പാണ്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നതോടു കൂടി നമ്മുടെ പായസത്തിൻ്റെ ലെവലേ മാറും. നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും ആണല്ലോ ഈ സീതപ്പഴത്തിന്. അതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും ഫ്ലേവറും നമ്മുടെ പായസത്തിലേക്ക് വരും. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. തണുത്തതിന് ശേഷം ഇതൊന്നും കൂടി കുറുകി കിട്ടും. അപ്പോൾ ഈ പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.